മലയാളി നഴ്സിന് വേണ്ടി അവരുടെ ജീവന് വേണ്ടി ഹൂതികളോട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇറാൻ. ഒരു ഇന്ത്യൻ പൗരന് വേണ്ടി ഇറാൻ തന്റെ സ്വാധീനം യമനിൽ ചെലുത്താൻ തയ്യാറാകുമ്പോൾ ഇന്ത്യ എന്തായിരിക്കും ഇറാന് പാരിതോഷികമായി നൽകേണ്ടി വരിക? വധശിക്ഷ വിധിച്ച് യമൻ തുറങ്കിലടച്ച നിമിഷപ്രിയയുടെ ഭാവി എന്തായിരിക്കും? നമുക്ക് നോക്കാം എന്താണ് കാര്യമെന്ന്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം വീശുകയാണ് പേർഷ്യ. തലാലിന്റെ കുടുംബവുമായി ഇറാൻ പ്രതിനിധികൾ ബന്ധപ്പെട്ടതായും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെയാണ് വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം പാലക്കാട്ടെ നിമിഷയുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് തേടാനുള്ള വഴികൾ ഇറാൻ പ്രതിനിധികളിലൂടെ തെളിയുന്നു എന്നതാണ് പ്രതീക്ഷ. മരിച്ച തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് ഇറാൻ നേരത്തെ ഇടനിലക്കാരനാകാമെന്ന് ഇന്ത്യയോട് നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തെ കണ്ടെത്താൻ സാധിക്കാത്തതായിരുന്നു ഇതിന് ഒരു തടസ്സമായത്. ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ സനയിലാണ് 37കാരി നിലവിൽ തടവിലുള്ളത്. ചർച്ചയ്ക്ക് ഇറാൻ ഹൂത്തി വഴി കുടുംബത്തെ സമീപിക്കാവുന്നതാണ്. ബ്ലഡ് മണി നൽകാൻ കുറച്ച് പണം നിലവിൽ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഒരു ഇടനിലക്കാരൻ കഴിഞ്ഞ ദിവസം സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 ലക്ഷം രൂപ നൽകിയാൽ ഇടനിലക്കാരൻ ദൗത്യം ഏറ്റെടുക്കാമെന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. അതേസമയം ഇക്കാര്യത്തിൽ ഒരു തിടുക്കം വേണ്ടെന്നും സാവകാശമുള്ള നീക്കങ്ങളെ നടത്തൂ എന്നുമാണ് അധികൃതർ പറയുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഏതെങ്കിലും തരത്തിൽ റദ്ദ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് റാഷിദ് അൽ അലിമ അംഗീകരിച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ യമൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. വിമതരായ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് കേസ് നടക്കുന്നത്. വിമതരുടെ പ്രസിഡന്റും ഹൂത്തി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവായ മെഹ്ദി അൽ മഷാദാണ് വധശിക്ഷ ശരിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് നിമിഷപ്രിയയുടെ കേസ്? എങ്ങനെയാണ് അവർ ജയിലിലായത്? നമുക്ക് നോക്കാം അല്ലേ. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി വന്നതോടെ നിമിഷ തിരിച്ചു വരുമെന്നുള്ള ഒരു നാടിന്റെ സ്വപ്നമാണ് കെട്ടുപോയത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് സനയിലെ ഹൈക്കോടതി ശരിവെച്ചതോടെ പ്രതീക്ഷകളെല്ലാം കെട്ടത്. ഇത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ, നമ്മുടെ നാട്ടുകാരി മറ്റൊരു രാജ്യത്ത് ജയിലിൽ അടയ്ക്കപ്പെടുക, അവിടെ അവർക്ക് വധശിക്ഷ നേരിടേണ്ടി വരിക, അതും മനുഷ്യന്മാരെ കല്ലെറിഞ്ഞു കൊല്ലാൻ പോലും മടിയില്ലാത്ത രാജ്യത്തെ വധശിക്ഷയ്ക്ക് വിധേയാകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്തൊരു സങ്കടകരമാണത്. ഇതിൽ വലിയ വ്യാകുലതകളും അതുപോലെ തന്നെ വലിയ അത്ഭുതവും ഒക്കെയുണ്ട്. നിമിഷയുടെ വീട്ടുകാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചെയ്താലും നിമിഷ അവർക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണല്ലോ. നിമിഷയും സുഹൃത്തും ചേർന്ന് നടപ്പിലാക്കിയ കൊലപാതകത്തിനാണ് കർശനമായി യമനിലെ നീതിന്യായ വ്യവസ്ഥ അവർക്കിപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിൽ എന്തെങ്കിലും ഒരു ഇളവ് വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. വധശിക്ഷ ഏറെക്കുറെ ഉറപ്പായിരുന്നു എന്നതാണ് ഇതിനകം വന്ന റിപ്പോർട്ട്. ഇനി മഹാത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരുന്നു എന്ന ഘട്ടത്തിലാണ് ഇറാന്റെ നിർണായക ഇടപെടൽ എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ജോലിയും ജീവിത നിലവാരവും സാമ്പത്തിക സ്ഥിരതയൊക്കെ തേടി പ്രവാസത്തിലേക്ക് പോയ നിരവധി മലയാളികളിൽ ഒരാൾ മാത്രമാണ് നിമിഷയും. എന്നാൽ എന്തുകൊണ്ട് നിമിഷ യമൻ എന്ന രാജ്യം തിരഞ്ഞെടുത്തു എന്നതാണ് മനസ്സിലാകാത്ത ഒരു പ്രധാന വിഷയം. കാരണം അടുത്ത് കിടക്കുന്ന സൗദി അടക്കമുള്ള വികസിത രാജ്യങ്ങളിലേക്കുള്ള മലയാളികളുടെ പോക്ക് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ എത്രയോ ആളുകൾ പോയിട്ടുമുണ്ട്. എന്തുകൊണ്ട് യമൻ എന്ന ചോദ്യം ഇവിടെ അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. യമനിലേക്ക് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് വ്യക്തമല്ല. നിങ്ങൾക്കറിയുമെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. എന്താണ് നിമിഷപ്രിയക്കെതിരെ ചുമത്തപ്പെട്ട കേസ് എന്നാണ് ഇനി പറയുന്നത്. 2017 യമൻ പൗരനും നിമിഷപ്രിയയ്ക്കൊപ്പം സനായിൽ ക്ലിനിക്ക് നടത്തിയ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെടുന്നത്. നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുമുണ്ട്. എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം. ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ലഹരി മരുന്നിന് അടിമയായ അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുകയാണെന്നും നിമിഷ പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തിറങ്ങിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായത്രേ. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനസ്തീഷയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത്. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണിയിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിനിടെ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കേസ് നടപടികൾ വരുന്നതും കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുന്നതുമൊക്കെ. ഇപ്പോൾ സനായിലെ ജയിലിലാണ് നിമിഷ കഴിയുന്നത്. സംഭവത്തിൽ നിമിഷയെ സഹായിച്ച യമൻകാരിയായ നഴ്സ് ഹനാനു ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദി 2017 കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന നിമിഷപ്രിയയുടെ അപേക്ഷ കുറച്ച് ദിവസം മുൻപാണ് 3 അംഗ ജഡ്ജിമാരുടെ ബെഞ്ച് പരിഗണിച്ചത്. വാദം കേൾക്കൽ ജനുവരി 10 പൂർത്തിയായത്. അതായത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. 70 ലക്ഷം രൂപ നൽകിയാൽ കേസിൽ നിന്നും പിന്മാറാൻ തയ്യാറാണ്
തയ്യാറാണെന്ന് കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബം അറിയിച്ചിരുന്നുവെങ്കിലും തദ്ദേശീയരുടെ എതിർപ്പ് മൂലം അത് നടക്കാതെ പോയതായിരുന്നു. അങ്ങനെ ഒരുപാട് ശ്രമത്തിന്റെ ഒടുവിൽ ഇത് നടക്കില്ല എന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച മലയാളികൾ അടക്കം എല്ലാവരും ആ സത്യം തിരിച്ചറിഞ്ഞു. കാരണം നിമിഷപ്രിയ ഇനി തിരിച്ചു വരില്ല, അവർ വധശിക്ഷയ്ക്ക് വിധേയമാവുകയാണ് എന്നുള്ള ഒരു കാര്യം യമനിൽ നിന്ന് വരികയായിരുന്നു. അങ്ങനത്തെ ഒരു റിപ്പോർട്ടാണ് വന്നത്. ഇപ്പോഴാണ് ഇറാന്റെ ഒരു നിർണായക ഇടപെടൽ വരുന്നത്. യമൻ അധികാരികളുടെ ശിക്ഷാവിധിയിൽ ഇളവ് വരുത്താൻ കഴിവിന്റെ പരമാവധി ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. വധശിക്ഷ ഒഴിവാക്കപ്പെടുമെന്നും നിമിഷപ്രിയ മോചിതയാകുമെന്നുമാണ് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാവിധികളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ വ്യാകുലപ്പെട്ടവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ അതേ റീജിയണിൽപ്പെട്ട യമനിലെ ശിക്ഷാവിധികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ബോധക്ഷയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മാനുഷികമായി യാതൊരു പരിഗണനയും നൽകാതെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ചവരാണ് ഇവിടുത്തെ ഭരണകൂടം. യമനിലെ ശിക്ഷാരീതിയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം എന്ന കുപ്രസിദ്ധിക്ക് ഉടമയാണ് യമൻ. വധശിക്ഷ ഇവിടെ നിയമപരവുമാണ്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ ഇവിടെ നടപ്പിലാക്കാറുണ്ട്. കൊടും ക്രൂരമായി കല്ലെറിഞ്ഞ് കൊല്ലൽ പോലുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള യമനിൽ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ശിക്ഷ അടുത്ത കാലത്തെങ്ങും നടന്നതായിട്ട് റിപ്പോർട്ടുകളില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തലവെട്ടിയും ശിക്ഷ നടപ്പിലാക്കാറുണ്ട്. ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ച് കൊല്ലുന്നതാണ്. ഇതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെ ഇതിന് സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പിലാക്കൂ. അപൂർവമായാണ് പൊതുസ്ഥലത്ത് വെച്ച് ശിക്ഷ നടപ്പിലാക്കാറുള്ളത്. വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. അവിടെ തറയിൽ ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുണ്ടാകും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചുമാറ്റിയ ശേഷം മുഖം കീഴേക്കാക്കി കമഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടുന്നു. പ്രതി ആ നിർദ്ദേശം അനുസരിച്ച് അല്പം കഴിയുന്നതോടെ തന്നെ ആരാച്ചാർ ശിക്ഷ നടപ്പിലാക്കും. പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് വെടിയുണ്ട ചെന്ന് പതിക്കുക. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ വെടിവെക്കുന്നതാണ് ഇവിടുത്തെ രീതി. വെടിയുണ്ടകളേറ്റ് ഹൃദയവും സുഷുമ്നയും ശ്വാസകോശവും തകർന്ന് ലവലേശം വേദന പോലും അറിയാതെ പ്രതി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും. പ്രതിയുടെ ഹൃദയം ഏത് ഭാഗത്താണെന്ന് ആരാച്ചാർക്ക് ഡോക്ടർ കൃത്യമായി നിർദ്ദേശം നൽകും. ഹൃദയമാണ് ആരാച്ചാരുടെ പ്രധാന ലക്ഷ്യം തന്നെ. വിട തെറ്റാതെ അവിടെ തന്നെയായിരിക്കും ആരാച്ചാർ വെടിവെക്കുക. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകുകയും ചെയ്യും. കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് ചാട്ടവാറടി നൽകുന്ന ഒരു പതിവും യമനിലുണ്ട്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പിലാക്കാറുള്ളത്. ഇതിനോടൊപ്പം തന്നെ വ്യഭിചാരം, മതനിന്ദ, മയക്കുമരുന്ന് കടത്തൽ, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട്. ചില കേസുകളിൽ പിടിയിലായവർക്ക് വധശിക്ഷയ്ക്ക് മുമ്പ് ചാട്ടവാറടി നൽകുന്നതും ഇവിടെ പതിവാണ്. ഇത് പരസ്യമായിട്ടായിരിക്കും മിക്കവാറും ചെയ്യാറുള്ളത്. ശിക്ഷയുടെ കാഠിന്യം കണ്ടറിഞ്ഞ് മറ്റുള്ളവർ അത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് പരസ്യമായി ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നത്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്. ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി കുറിക്കപ്പെടും. സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണവും കഠിനവുമായ പ്രതിസന്ധിയാണ് യമൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ പല രീതിയിലും വളർച്ച കൈവരിക്കുന്ന സമയത്ത് യമന് അത്രത്തോളം വളരാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഒരു ദരിദ്ര രാഷ്ട്രമാണ് യമൻ. രാഷ്ട്രീയപരമായി 2014 മുതൽ രാജ്യം വിനാശകരമായ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹൂതി വിമതർ, അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാർ, വിവിധ പ്രാദേശിക മിലിഷ്യകൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവരുടെ തർക്കം ഇപ്പോഴും അവിടെ സജീവമാണ്. ഈ വൈരുദ്ധ്യം ദുർബലമായ കേന്ദ്രാധികാരമുള്ള ഒരു ചിഹ്ന ഭിന്നമായ അവസ്ഥയിലേക്കാണ് നയിച്ചത്. ബാഹ്യ ഇടപെടൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAEയും പോലുള്ള പ്രബല രാജ്യങ്ങൾ യമനിലെ പ്രശ്നങ്ങൾ പലപ്പോഴും വഷളാക്കിയ ചരിത്രവും ഉണ്ട്. സാമ്പത്തികമായി തകർന്ന സമ്പദ് വ്യവസ്ഥ, കടുത്ത പണപ്പെരുപ്പം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയുമായി പൊരുതുന്ന അറബ് ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നുകൂടിയാണ് യമൻ. അറബ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് വരുന്നതെങ്കിൽ അറബ് രാജ്യമായിരുന്നിട്ട് കൂടിയിട്ട് വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ് യമൻ. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ യുദ്ധം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങൾ വ്യാപാരത്തെയും എണ്ണ ഉൽപ്പാദനത്തെയും തടസ്സപ്പെടുത്തുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് യമനികൾക്ക് മാനുഷിക സഹായം നിർണായകമായി തീർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. എന്തായാലും ഇറാന്റെ ഈ നിർണായകമായ ഇടപെടലോടെ നിമിഷപ്രിയ രക്ഷപ്പെടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അഥവാ ഇനി നടന്നാൽ ഇന്ത്യയിൽ നിന്ന് എന്ത് പാരിതോഷികമായിരിക്കും ഇറാൻ ആവശ്യപ്പെടുക? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധ സാഹചര്യമുണ്ട്. പല രാജ്യങ്ങളും ഇരു കക്ഷികളെയും പിടിച്ചിട്ടുമുണ്ട്. അതായത് റഷ്യ ഇറാന്റെ ഒപ്പമാണ്, അതേപോലെ തന്നെ അമേരിക്ക നിൽക്കുന്നത് ഇസ്രയേലിന്റെ കൂടെയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പം ഇന്ത്യക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇറാൻ എന്തായിരിക്കും ആവശ്യപ്പെടുക എന്നത് ഇവിടെ പ്രസക്തമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതും. നിങ്ങളുടെ ഉത്തരം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.